ഭർത്താവിന് നല്ല സമാധാനം കൊടുക്കുന്ന സ്ത്രീയാണ്. സ്ത്രീകളിൽ വെച്ച് ഏറ്റവും ഉത്തമരെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഖൈറുൻ നിസായി, ഓ ഉമ്മമാരെ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, സഹോദരിമാരെ നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നല്ല ഉത്തമരായ സ്ത്രീകൾ ആരാണ്? എപ്പോ നോക്കിയാലും നിസ്കരിക്കുന്നവരാണോ? അങ്ങനെ പറഞ്ഞില്ല. അതിൻ്റെ അർത്ഥം നിസ്കാരം വിട്ടിട്ട് ഭർത്താവിനെ സ്നേഹിക്കണം എന്നുമില്ല. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഏറ്റവും ഉത്തമരായ സ്ത്രീകൾ ഖൈറുൻ നിസായി അല്ലതി തസുറുഹു. പേര് ഖൈറുൻ നിസാ ഉണ്ടായിട്ട് കാര്യമില്ല. പേര് ഖൈറുൻ നിസാ എന്നാണ്, ഷർറുൻ നിസാ ആകാൻ പാടില്ല. പേര് ഖൈറുൻ നിസാ ഉണ്ടാകാൻ പാടില്ല എന്നല്ല, അത് ഉണ്ടായതുകൊണ്ട് മാത്രമായില്ല. പിന്നെ സ്ത്രീകളിൽ വെച്ച് ഏറ്റവും ഉത്തമരാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അല്ലതി തസുറുഹു ഇദാ നളറ. ആ ഭർത്താവെങ്കാലും ഭാര്യയുടെ മുഖത്ത് നോക്കുമ്പോ ഭാര്യ ഭർത്താവിന് സമാധാനം കൊടുക്കണം. അവളാണ് ഖൈറായ പെണ്ണ്. ആ ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് നോക്കുമ്പോ ചില ഭർത്താക്കന്മാർ പറയാറില്ലേ, ഉസ്താദേ കെട്ടിയത് ഒന്നു മാത്രമാണ്, പക്ഷെ കെട്ടിയത് കൊണ്ടൊരു സമാധാനമില്ല, മുഖം നോക്കിയാൽ പ്രഷർ കൂടുകയാണ്. അങ്ങനെയാകാൻ പാടില്ല ഉമ്മമാരെ. ഭാര്യമാരായ നിങ്ങളെ മുഖത്തേക്ക് ഭർത്താക്കന്മാർ നോക്കുമ്പോ ഉള്ള പ്രഷർ ഒരൽപ്പം കുറഞ്ഞു പോകണമെന്നല്ലാതെ ഇല്ലാത്ത പ്രഷർ കൂടാൻ പാടില്ല. ഭർത്താവിൻ്റെ പ്രഷർ കൂട്ടുന്ന ഭാര്യയാണോ, ആ ഭാര്യ എത്ര വലിയ ഇബാദത്തുള്ളവളായാലും അതൊന്നും മുഖവിലക്കെടുക്കപ്പെടൂല. അപ്പൊ ഭർത്താവ് കാണുമ്പോ സമാധാനം നൽകുന്ന ഭാര്യ. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വതുതീഉഹു ഇദാ അമറ. ഭർത്താവ് കൽപ്പിക്കേണ്ട ഒരു നല്ല കാര്യം കൽപ്പിച്ചാൽ ഭാര്യ അനുസരിക്കണേ. അല്ലാതെ ഭർത്താവ് കൽപ്പിക്കുന്ന എല്ലാ കാര്യവും ഭാര്യ അനുസരിക്കണമെന്നല്ല. ഭർത്താവ് പർദ്ദയിടാതെ റോട്ടിൽ വലസണമെന്ന് പറഞ്ഞാൽ അത് ഭാര്യ കേൾക്കേണ്ടതില്ല. ഭർത്താവ് മുഖം മറക്കാതെ റോട്ടിൽ നടക്കണമെന്ന് പറഞ്ഞാൽ അത് ഭാര്യ കേൾക്കേണ്ടതില്ല. ഭർത്താവ് തട്ടമിടാതെ റോട്ടിൽ നടക്കണമെന്ന് പറഞ്ഞാൽ അത് ഭാര്യ കേൾക്കേണ്ടതില്ല. കാരണം സൃഷ്ടാവായ റബ്ബിന്റെ നിയമം ലംഘിച്ച് ഒരു സൃഷ്ടിയെയും അനുസരിക്കലില്ല. അതുകൊണ്ട് ഉത്തമളായ സ്ത്രീ ആരാണ്? സ്വന്തം ഭർത്താവ് ഒരു നല്ല കാര്യം കൽപ്പിക്കുമ്പോ ആ ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണാണ് കേട്ടോ. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വലാ തുഖാലിഫുഹു ഫീ നഫ്സിഹാ വലാ മാലിഹാ ബിമാ യക്റഹ്. ഭർത്താവിന് ഇഷ്ടമില്ലാത്ത കാര്യം സ്വന്തം ശരീരത്തിലോ സമ്പത്തിലോ ഒന്നും ഭർത്താവിന് എതിര് ചെയ്യാൻ പാടില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹം വർദ്ധിപ്പിക്കുന്ന ഏതെല്ലാം ഇൻഗ്രീഡിയൻസ് ഉണ്ടോ അതൊക്കെ നേടിയെടുക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്താണ് അതിൽ? രണ്ട് കാര്യം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഭാര്യയോട് ഭർത്താവിന് സ്നേഹം വർദ്ധിക്കാനും ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിനിക്ക് ഭാര്യനോടും പരസ്പരം സ്നേഹം വർദ്ധിക്കാനുള്ള രണ്ട് പ്രധാനപ്പെട്ട വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ പലരല്ലെങ്കിലും പലരിൽപ്പെട്ട ചിലരെങ്കിലും ആ രണ്ട് വഴിയും സ്വീകരിച്ചിട്ടില്ല എന്നാണ് വസ്തുത. ഏതാണത്? ഒന്ന്, ഭാര്യന്റെ മുഖത്തിങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ നോക്കിയിരിക്കുക. ഭാര്യ ഭർത്താവിന്റെ മുഖത്തും കുറച്ചു നേരം ഇങ്ങനെ നോക്കിയിരിക്കുക. ചില ന്യൂ ജനറേഷൻകാർക്കും ചില മോഡേണിസ്റ്റുകാർക്കും ഒക്കെ കൂൾ ബാറിൽ പോയി കാമുകിയെ മുന്നിലിരുത്തിയിട്ട് താടിയല്ലി ഇങ്ങനെ കൈവച്ചിട്ടുണ്ടൊരു നോട്ടം. അതല്ല ഈ പറയണത്. താടിയല്ലിൽ കൈയൊന്നും വെക്കണ്ട. പിന്നെന്താണ്? ഭാര്യനെ ഭർത്താവ് കുറച്ചു നേരം ഇങ്ങനെ നോക്കിയിരിക്കണം, ഭർത്താവ് ഭാര്യനെ നോക്കിയിരിക്കണം. ഉസ്താദെ, ഇത് കാണാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയല്ലോ, ഒരു സമാധാനം കിട്ടണില്ല. 15 വർഷം പിന്നിട്ടതിന് ശേഷമാണ് ഒരു ഭർത്താവ് ഭാര്യയെ കാണുന്നതെങ്കിലും ഇസ്ലാം പഠിപ്പിച്ചെന്തറിയോ? കല്യാണം കഴിഞ്ഞ് ആദ്യമായി
തൻ്റെ ഭാര്യയെ കാണുമ്പോൾ ഭർത്താവിനുണ്ടാകുന്നൊരു ആവേശവും ഔത്സുക്യവും താല്പര്യവും മോഹവും 15 വർഷം പിന്നിട്ടതിന് ശേഷം കാണുമ്പോഴും ഉണ്ടാകണം എന്ന് പരിശുദ്ധ ഇസ്ലാം. അതിപ്പോ എങ്ങനെ കഴിയാ ഉസ്താദേ എന്നാണോ? എന്നാൽ എവിടെയോ പാലീച്ച സംഭവിച്ചിട്ടുണ്ട്. സംതിങ് എന്തോന്ന് പറ്റിയിട്ടുണ്ട്. അതാണ് പരസ്പരം സ്നേഹം വർദ്ധിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട 2 വഴിയാ. കുറച്ച് നേരെങ്കിലും കച്ചവടത്തിന് പോകുന്നു, ജോലി ചെയ്യുന്നു, വീക്കെൻഡുകൾ ഇങ്ങനെ കഴിയുന്നു, മോളുകൾ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോകുന്നു, രാത്രി കൂടെ കിടക്കണോ, എല്ലാം നടക്കണോ. പക്ഷേ മുഖം നോക്കിയിരിക്കാൻ എത്ര സമയം ഉപയോഗപ്പെടുത്തുന്നു? അതാ വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹം വർദ്ധിപ്പിക്കാൻ 2 മാധ്യമങ്ങളുണ്ട്. അത് വാട്സപ്പ് അല്ല, ഫേസ്ബുക്ക് അല്ല, വൈബർ അല്ല, ട്വിറ്റർ അല്ല. ഇനി ചിലപ്പോ ഞാൻ പറയട്ടെ, പ്രവാസികളിൽ എല്ലാരെ ഭാര്യയും ഇവിടെ UAE ഉണ്ടാകണമെന്നില്ലല്ലോ, ദുബൈയിൽ ഉണ്ടാകണമെന്നില്ലല്ലോ. ഇനി ഇതും കേട്ടിട്ട് എല്ലാ ജോലിയും ഒഴിവാക്കിയിട്ട് നാളെ തന്നെ ഫ്ലൈറ്റും കയറിയിട്ട് നാട്ടിലെത്തണം എന്നല്ല ഈ പറഞ്ഞതിൻ്റെ താല്പര്യോ? പിന്നെ ഇന്ന് ഭാര്യനെ കാണാനുള്ള എല്ലാ സംവിധാനങ്ങളുണ്ട്. IMO-യുണ്ട്, വീഡിയോ കോളുണ്ട്. അങ്ങനെ ഇങ്ങനെ നോക്കിയിരിക്കന്നെ കുറച്ച് നേരം വല്ലാത്ത സ്നേഹം വർദ്ധിക്കുന്നു. പ്രവാസിയെ, IMO-യുള്ളത് ഫിലിപ്പിൻ പെണ്ണിനോട് ചാറ്റിംഗ് നടത്താനല്ല, ഏതെങ്കിലും ഒരു ഓഫീസ് മേറ്റിനോട് ചാറ്റിംഗ് നടത്താനല്ല, അത് സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കിയിരിക്കാനാണ്. ഒന്ന് നോട്ടം, രണ്ടാമത്തത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പിടിത്തം. ഇത് 2ഉം പ്രധാന. ഭാര്യന്റെ കൈ കുറച്ചു നേരം പിടിക്കണം. ആര് പിടിച്ചു? ഭാര്യ കൂടെ ഉണ്ട്, ഭാര്യ കൂടെ നടക്കണു, ഒക്കെ ശരിയാ. കൈ പിടിച്ചവരാരാ? ഭാര്യന്റെ കൂടെ. ഭാര്യന്റെ കൈ ദിവസം ഒരു 10 മിനിറ്റ്, ഒരു 5 മിനിറ്റ് ഇവിടെ ഇരിക്ക്, കൈ പിടിക്കണ എത്ര ആളുകളാ ഉള്ളത്? ഇത് 2ഉം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ മഹബ്ബത്തും മവദ്ദത്തും സ്നേഹം വർദ്ധിക്കാനുള്ള നിമിത്തമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി ഹദീസ് കൊണ്ടുവരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നർ റജുല, ശരിക്കും കേൾക്കണേ മുസ്ലിമീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു പുരുഷൻ ഇദാ നളറ ഇലാ ഇംറഅതിഹി, സ്വന്തം ഭാര്യയുടെ മുഖത്തേക്ക് നോക്കിയാൽ, ഒരു ഭർത്താവ് ഭാര്യയുടെ മുഖത്തേക്ക് നോക്കിയാൽ സ്നേഹം വർദ്ധിക്കൽ മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വനളറതു ഇലൈഹി, ഭർത്താവ് ഭാര്യന്റെ മുഖത്ത് നോക്കുമ്പോൾ ഭാര്യ മുഖം തിരിക്കലല്ല വേണ്ടത്, ഭാര്യയും ഭർത്താവിന്റെ മുഖത്ത് ഇങ്ങനെ കുറച്ച് നേരം നോക്കിയിരിക്കുക. 1 വേ ആയാൽ പറ്റൂല, 2ഉം അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. അങ്ങനെയായാൽ സ്നേഹം മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നളറല്ലാഹു തആല ഇലൈഹിമാ നളറത റഹ്മാ. സർവരും കേൾക്കണേ, ഉൾക്കൊള്ളണേ, മനസ്സിലാക്കണേ. ഒരു ഭർത്താവ് ഭാര്യയുടെ മുഖത്തേക്ക് നോക്കിയാൽ, ഭാര്യ ഭർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ, സൃഷ്ടാവായ റബ്ബുണ്ടല്ലോ, ആ റബ്ബ് ഭാര്യ ഭർത്താക്കന്മാരിലേക്ക് അനുഗ്രഹത്തിൻ്റെ നോട്ടം കൊണ്ട് നോക്കും കേട്ടോ. ഇവരിങ്ങനെ പരസ്പരം നോക്കിയാൽ അല്ല ഇവരെ നോക്കും. എന്തു നോട്ടം? റഹ്മത്തിന്റെ നോട്ടം അല്ല നോക്കും. മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയാം, ഇനി ഫഇദാ അഖദ ബികഫിഹാ, ഓ നിങ്ങളുടെ പാപങ്ങൾ പുറത്തു കിട്ടണോ? അതിന് ധാരാളം വഴികളുണ്ട്. കൂട്ടത്തിൽ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടൊരു വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നിങ്ങളുടെ കൈ കൊണ്ട് ചെയ്ത പാപങ്ങളെല്ലാം അല്ലാഹു പൊറുത്തു തരണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഇദാ അഖദ ബികഫിഹാ, ഒരു ഭർത്താവ് ഭാര്യയുടെ കൈയങ്ങ് പിടിച്ചാൽ, പിടിച്ച് വേദനിപ്പിച്ചാൽ എന്നല്ല, ഇങ്ങനെ ഇനിയിപ്പോ ഈ അവസരം അങ്ങനെ മുതലെടുക്കണ്ട, പിന്നെ പിടിച്ചാൽ നല്ല പിടുത്തം, അങ്ങനെ പിടിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തസാഖതത് ദുനൂബുഹുമാ മിൻ ഖിലാലി അസ്വാബിഹിമാ, ലൂടെ വന്നുപോയ പാപങ്ങളെല്ലാം താഴോട്ട് വീണുപോകുന്നു. ഈ
അവസരം നമുക്കുണ്ടായിട്ടും പാഴാക്കിയില്ലേ മനുഷ്യ? ഈ അവസരം നമ്മിലുണ്ടായിട്ടും നഷ്ടപ്പെടുത്തിയില്ലേ മനുഷ്യ? അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന് ഈ സംസാരം കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ ഭാര്യമാരെ കൂടെയുള്ളവരാണോ ഒരു 2 മിനിറ്റെങ്കിലും ഇരിക്കടി എന്നും പറഞ്ഞിട്ടൊന്ന് നോക്കുക. അതല്ല നാട്ടിലുള്ളവരാണോ, ഇവ സമയം എത്രയാണെന്ന് എനിക്കറിയില്ല, അവരെ ഉറക്കെ ശല്യപ്പെടുത്തേണ്ട പ്രഭാതമായാലും എല്ലൊന്ന് വീഡിയോ കോൾ ചെയ്തിട്ടൊന്ന് നോക്കുക. കൈ പിടിക്കാൻ ഏതായാലും പറ്റൂല, നോക്കാൻ പറ്റുമല്ലോ. ഇനി കൈ പിടിക്കാനുള്ള സംവിധാനം വീഡിയോ ചാറ്റിങ്ങിലുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. പറഞ്ഞു വന്ന വിഷയം, ഭാര്യ ഭർത്താക്കന്മാരെ പരസ്പരം നോക്കലും പരസ്പരം പിടിക്കലും സ്നേഹമുണ്ടാക്കാനുള്ള വഴിയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആ രൂപത്തിലല്ലേ സഹോദരന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബജീവിതം അത് വല്ലാത്തൊരു മാതൃകായോഗ്യമായ കുടുംബജീവിതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്ത് അവിടത്തേക്ക് സമാധാനം കൊടുത്ത ഭാര്യയാണ് ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. അതുകൊണ്ടാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് ധാരാളം പുകഴ്ത്തും. അത് നല്ല ഭർത്താവിന്റെ ലക്ഷണമാണ്, ഭാര്യയെ കുറിച്ച് നല്ലത് പറയണം. അപ്പൊ അതിന് ചില ആളുകൾ ചോദിക്കും, അതിന് നല്ലത് ഉണ്ടാകണ്ടേ ഉസ്താദേ? നല്ലത് പറയണമെങ്കിൽ അത് നല്ലത് ഉണ്ട് എന്ന് കണ്ടാൽ നല്ലത് കാണും, നല്ലതില്ല എന്ന് കീറി മുറച്ച് ഉറപ്പിച്ചാൽ പിന്നെ നല്ലതായാലും കാണുന്നതൊക്കെ തെറ്റായിട്ടാണ്. അങ്ങനെ ആകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയെ കുറിച്ച് ഇങ്ങനെ പറയും. ഖദീജ ബീവിയുടെ പേരിൽ ഇറച്ചികളൊക്കെ വിതരണം ചെയ്യും ഖദീജ ബീവിയുടെ കൂട്ടുകാരിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ കാണാം. എന്തേ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സമാധാനം കൊടുത്ത ഭാര്യയാണ് ബീവി ഖദീജ. അതുകൊണ്ടല്ലേ ഹിറാ ഗുഹയിലിരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശക്തമായ പനി ബാധിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന നേരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പണി പിടികൂടിയപ്പോൾ അവിടുന്ന് വല്ലാത്ത വിഷമിക്കുന്ന സമയത്ത്, ഭർത്താവ് വിഷമിക്കുന്ന സമയത്ത് ആ ഭർത്താവിന് സമാധാനം കൊടുക്കുന്നവരല്ലേ യഥാർത്ഥ ഭാര്യ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, കല്ലാ നബിയെ, തങ്ങളെ വിഷമിക്കണ്ട, അബ്ശിർ, തങ്ങൾ സന്തോഷിച്ചോളൂ. ഫവല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദാ, അല്ലാഹു ഒരിക്കലും തങ്ങളെ കൈവിടൂല. സമാധാനത്തിന്റെ വാക്കാണ്, അല്ലാതെ നേരെ പറയല് അല്ല വിടൂലട്ടോ എന്നല്ല. പിന്നെ അല്ല തങ്ങളെ ഒരിക്കലും കൈവിടൂല, തങ്ങൾ വിഷമിക്കണ്ട. ഇന്നക ലതസിഉർ റഹിമ, കാരണം തങ്ങൾ അതാ കുടുംബബന്ധം ചാർത്തിയവരാണ്. വതഹ്മിലുൽ കല്ല, ഒരുപാട് പ്രയാസം സഹിച്ചവരാണ്. വതഖറിൽ ലൈഫ, അതിഥി സൽക്കരിച്ചവരാണ്. അതേ സത്യത്തിനു വേണ്ടി ജീവിച്ചവരാണ്. അതുകൊണ്ട് നബിയെ, തങ്ങളെ വിഷമിക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നല്ല നല്ല ഗുണവിശേഷങ്ങൾ എടുത്തു പറഞ്ഞ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമാധാനിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ആ ഭാര്യമാരുടെ സമാധാനം നഷ്ടപ്പെടുത്തി കളയുന്ന ഒന്നാണ് കൃത്യമായും ചെലവിന് കൊടുക്കാതിരിക്കുക. ചില ആളുകളുണ്ട്, സ്ഥാപനങ്ങൾക്ക് നല്ലവണ്ണം സഹായിക്കും, സ്വന്തം പള്ളി വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കും, എല്ലാത്തിനും സഹായിക്കും, ഭാര്യക്ക് കൊടുക്കൂല, ഭാര്യയെ സഹായിക്കൂല. അങ്ങനെയുണ്ട്. എത്രയോ സഹോദരിമാരെ വല്ലാതെ പ്രയാസം പറയുന്നവരുണ്ട്. സ്ഥാപനങ്ങൾക്കൊക്കെ കൊടുക്കും, പിന്നെ എന്താ വിഷയം? ഭാര്യയെ സഹായിക്കൂല, മക്കളെ സഹായിക്കൂല. എന്താ കാരണം? ഭാര്യക്ക് കൊടുത്താൽ ലോകം അറിയില്ല, കുട്ടികൾ കൊടുത്താൽ ലോകം മനസ്സിലാക്കൂല. അങ്ങനെ ആകരുത്. ഭാര്യമാർക്ക് സമാധാനം കൊടുക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു വഴി ചെലവിന് കൊടുക്കല. ചെലവിന് കൊടുക്കൽ മാത്രമല്ല കേട്ടോ, ഞാൻ ആ വഴിയിലേക്ക് വരികയാണ്. ചെലവിന് കൊടുക്കണം. ചെലവിന് കൊടുത്തില്ല എന്ന് കണ്ടാലോ അവർ പിന്നെ ചെലവിന് എങ്ങോട്ടാ പോവാ?
അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ഭർത്താവിൻ്റെ ബാധ്യത എന്താണ്? ഭാര്യയോട് കാണിക്കേണ്ട ബാധ്യത അവിടുന്ന് പഠിപ്പിച്ചില്ലേ? ഹഖ്ഖുൽ മർഅതി അല സൗജി, ഭർത്താവ് ഭാര്യയോട് കാണിക്കേണ്ട ബാധ്യത അയ്യുത്ഇമഹാ ഇദാ തുഇമ, ഇവൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഭാര്യക്കും ഭക്ഷണം കൊടുക്കണം. വയക്സുഹാ ഇദക്തസാ, ഇവൻ വസ്ത്രം ധരിക്കുമ്പോൾ ഭാര്യക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കണം. വലാ യളിരിബുൽ വജ്ഹ, ഭാര്യയുടെ മുഖത്തടിക്കരുത് കേട്ടോ. ചില ഭർത്താക്കന്മാര് ഭാര്യമാരെ അടിച്ച് വലിയവരാകുന്നവരുണ്ട്. ഞാൻ വഴിയെ അതിലേക്ക് വരികയാണ്. ഭാര്യയെ അടിക്കരുത്, അത് ഭർത്താവിൻ്റെ ബാധ്യതയാണ്. വലാ യുഖബ്ബിഹ്, ഭാര്യയെ ചീത്ത പറയാനും പാടില്ല. വലാ യഹ്ജുർ ഇല്ലാ ഫിൽ ബൈത്തി, വീട്ടിലല്ലാതെ ഭാര്യയോട് സൗന്ദര്യ പിണക്കവും കാണിക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, ഗോൾഡ് സൂക്കിൽ കൊണ്ടുപോകുന്നു, അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ഒരു മോളിൽ കൊണ്ടുപോകുന്നു, അവിടെ മെല്ലെ അവിടെ അവളാക്കിയിട്ട് ഇവരിങ്ങനെ വരികയാണ്. എന്താ കാരണം? വീട്ടിൽ നടന്ന പിണക്കത്തിന് തിരിച്ചടി മോളിലാണ്, തിരിച്ചടി ഗോൾഡ് സൂക്കിലാണ്. അങ്ങനെ ആകരുത്, അത് ഭർത്താവിൻ്റെ ബാധ്യതക്ക് എതിരാണ്. അപ്പൊ ഏറ്റവും പ്രധാനം ചെലവിന് കൊടുക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി, ചെലവിന് കൊടുക്കണം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ചെലവിന് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമമായ കൊടുതി ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തൊട്ട് ഉദ്ധരിക്കപ്പെടുകയാണ്, അർബഉ നഫഖാത്തിൻ, 4 ചെലവുകളുണ്ട്, ശരിക്കും മനസ്സിലാക്കണം. ലാ യുഹാസബുൽ അബ്ദു ബിഹാ യൗമൽ ഖിയാമ, ആ 4 ചെലവിനെ സംബന്ധിച്ച് ഖിയാമത്ത് നാളിൽ അടിമയോട് ചോദ്യമില്ല. ഏതാണ് ആ 4 ചെലവ്? ഒന്ന് നഫഖതുഹു അലാ അബവൈഹി, മാതാപിതാക്കൾക്ക് ചെലവിന് കൊടുത്തത്, അത് റബ്ബിന്റെ കോടതിയിൽ ചോദ്യമില്ല. വനഫഖതുഹു അലാ ഇഫ്താരിഹി, റമളാൻ മാസമായാൽ അല്ലാത്ത നോമ്പ് തുറപ്പിക്കുന്ന സമയത്ത് ചെലവഴിച്ചതാണോ? റബ്ബിന്റെ കോടതിയിൽ അതിനെക്കുറിച്ച് ചോദ്യമില്ല. വനഫഖതുഹു അലാ സഹൂരിഹി, അത്താഴ സമയത്ത് ചെലവഴിച്ചത് റബ്ബിന്റെ കോടതിയിൽ ചോദ്യമില്ല. വനഫഖതുഹു അലാ ഇയാലിഹി, ഭാര്യ മക്കൾക്ക് ചെലവിന് കൊടുത്തതുണ്ടല്ലോ, റബ്ബിന്റെ കോടതിയിൽ ചോദ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞിട്ട് വീണ്ടും പറയുകയാണ്, ഓ മനുഷ്യ, അദ്ദനാനീറു അർബഅ, ആദരണീയരായ ഗുരുവരിയർ ഷെയ്ഖുന മുഹയ്യിസുന്ന ഉസ്താദ് അവറുകൾ നമ്മുടെ വേദിയിൽ വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അൽഹംദുലില്ലാഹ്, പ്രൗഢമായ ഈ സദസ്സിൽ ആദരണീയരായ നമ്മുടെ എല്ലാമായ ഷെയ്ഖുന ഉസ്താദ് അവറുകൾ എത്തിയിരിക്കുന്നു. അല്ലാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, പറഞ്ഞു വന്നത് 4 രൂപത്തിലുള്ള ചെലവുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദീനാറുൻ തുൻഫിഖുഹു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതൊന്ന്. വദീനാറുൻ തുഅ്തീഹിൽ മസാകീൻ, പാവങ്ങൾക്ക് ചെലവഴിക്കുന്നത് മറ്റൊന്ന്. വദീനാറുൻ തുഅ്തീഹി ഫീ റഖബ, അടിമയെ മോചിപ്പിക്കുന്നതിന് ചെലവഴിക്കുന്നതൊന്ന്. വദീനാറുൻ തുൻഫിഖുഹു അലാ അഹ്ലിക്, ഭാര്യ മക്കൾക്ക് ചെലവഴിക്കുന്നതൊന്ന്. ഈ 4 രൂപത്തിലുള്ള ചെലവ് കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവസാനം പറയുകയാണ്, ശ്രദ്ധിക്കണേ, വഅളമുഹാ അജ്റൻ അദ്ദീനാറുല്ലദീ തുൻഫിഖുഹു അലാ അഹ്ലിക്, കൂട്ടത്തിൽ ഏറ്റവും പ്രതിഫലമുള്ളതേതാണ്? ഭാര്യ മക്കളിൽ ചെലവഴിച്ചതാണ് കേട്ടോ. മുഹമ്മദുർ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഭാര്യ മക്കൾക്ക് ചെലവിന് കൊടുക്കണം, അല്ലാതെ കണ്ടാൽ ഭാര്യയുടെ സമാധാനം നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇനി ഒന്നും കൂടി പറയട്ടെ, ഭാര്യമാർക്ക് ചെലവിന് കൊടുത്താൽ മാത്രം മതിയോ? പോരാ. പ്രവാസികളോട് ഞാൻ പ്രത്യേകിച്ചും പറയട്ടെ, അവർക്ക് ചെലവിനേക്കാളും കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നത് നിങ്ങൾ അവർക്ക് നൽകുന്ന സ്നേഹമാണ് കേട്ടോ, നിങ്ങളുടെ നല്ല സംസാരമാണ് കേട്ടോ, അവരോടുള്ള നല്ല പെരുമാറ്റമാണ് കേട്ടോ. എന്നാൽ വീക്കെൻഡായാൽ ഷോപ്പിങ്ങിന് കൊണ്ടുപോകണമെന്നല്ല ഞാൻ പറയുന്നത്, ബീച്ചിൽ കൊണ്ടുപോകണമെന്നല്ല പറയുന്നത്, പാർക്കിൽ കൊണ്ടുപോയി കറക്കണമെന്നല്ല പറയുന്നത്. അതേസമയം തെറ്റല്ലാത്ത വഴിയാണോ സാരമില്ല, അന്യ പുരുഷന്മാര് കലരുന്ന വിധത്തിലാണോ ശ്രദ്ധിക്കേണ്ടതാണ് പ്രവാസി ലോകം മുഴുവൻ. അതേസമയം കൊണ്ടുപോകാൻ പറ്റിയ സ്ഥലങ്ങളിൽ അവരെ കൊണ്ടുപോകുന്നതിന് വിരോധമില്ല, കാണിച്ചു കൊടുക്കേണ്ട പലതും കാണിച്ചു കൊടുക്കുന്നതിനും വിരോധമില്ല. അതുകൊണ്ടല്ലേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാക്കൊരു ആഗ്രഹം. എന്താണ്? അതാ ഒരു കളി കാണണം എന്ന് വലിയ ഒരു ആഗ്രഹമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആവശ്യപ്പെട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ല, കളി കാണുകയാണോ? അത് വേണ്ട ആയിഷ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ല. പിന്നെയോ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്, സമിഅതു അസ്വാതൻ നാസി മിനൽ ഹബശ വഗൈരിഹിം വഹും യൽഅബൂന ഫി യൗമി ആശൂറാ. ഒരു ആശൂറാ ദിവസത്തിൽ ഹബശക്കാർ കളിക്കുന്നൊരു ശബ്ദം ഞാൻ കേട്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചു, അല്ല ആയിഷ, ഹബശക്കാരുടെ കളി കാണണമെന്നുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു, നഅം, അതേ നബിയെ, ഹബശക്കാരുടെ കളി കാണണമെന്നുണ്ട്. ഫാർസല ഇലൈഹിം, അവരിലേക്ക് ആളെ പറഞ്ഞയച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫജാഊ, അവരിങ്ങോട്ട് വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക്. ഒരു റിപ്പോർട്ട് അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. വഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈനൽ ബാബൈൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് വാതിലിന്റെ ഇടയിൽ എണീറ്റ് നിൽക്കുകയാണ്. ഫവളഅ കഫഹു അലൽ ബാബി, അവിടുത്തെ മുൻകൈ അതാ വാതിലിലങ്ങ് വെച്ചു. വമദ്ദ യദഹു, അവിടുത്തെ കൈയങ്ങ് നീട്ടി വെച്ചു. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ എന്ത് ചെയ്തു? വവളഅത്, അതാ ആയിഷ ബീബി പറയാണ്, വവളഅതു ദഖ്നി അലാ യദിഹി, ഞാൻ എൻ്റെ താടിയല്ലുണ്ടല്ലോ അത് കൊണ്ടുപോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈയിന്മേൽ വെച്ചു. വജഅലു യൽഅബൂന വഅൻളുറു, ഹബശക്കാരിങ്ങനെ കളിക്കുകയാണ്, ഞാൻ അതിങ്ങനെ കാണുകയാണ്. കളി കാണണമെന്ന് ആഗ്രഹം ഉണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ചു കൊടുത്തു എന്ന് ചരിത്രത്തിൽ കാണാം. ഭാര്യമാരുടെ ആഗ്രഹം ഇസ്ലാം പൊരുത്തപ്പെട്ടതാണോ അതിനൊക്കെ അവസരമുണ്ടാക്കി കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കളി ഇങ്ങനെ ആയിഷ ബീവി കണ്ടുകൊണ്ടിരിക്കെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ഹസ്ബുക്ക്, പോരെ, ഇനോഫ് ആണോ, മതിയാണോ? ആയിഷ ബീവി പറഞ്ഞു, തങ്ങളെ കുറച്ചും കൂടി കാണട്ടെ. 2 തവണ ചോദിച്ചു, കുറച്ചും കൂടി കാണട്ടെ. മൂന്നാമതായി ചോദിച്ചു, കുറച്ചും കൂടി കാണട്ടെ. 3 തവണ ഞങ്ങൾ കഴിഞ്ഞപ്പോ പിന്നെ ചോദിച്ചു, ആയിഷ പോരെ? ഞാൻ പറഞ്ഞു, നഅം, മതി മതി. ഫാശാറ ഇലൈഹിം, അബിശക്കാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചു. ഫൻസറഫൂ, അവരതാ മടങ്ങിപ്പോയി. ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹാക്ക് കളി കാണണം എന്ന് ആഗ്രഹമുണ്ടായപ്പോ അത് കാണിച്ചു കൊടുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, നിങ്ങളിൽ ഏറ്റവും സമ്പൂർണരാരാണ്? അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാ, ഏറ്റവും പൂർണ്ണമായ ഈമാനുള്ളവരാരാണ്? നിങ്ങളിൽ നല്ല സ്വഭാവമുള്ളവരാരാണോ അവരാണ്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വൽതഫുഹും ബിഅഹ്ലിഹി, ഭാര്യ മക്കളോട് നല്ല രൂപത്തിൽ പെരുമാറുന്നവരാരാണോ അവരാണ് കേട്ടോ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഭാര്യമാരിൽ നിന്ന് അനിഷ്ടകരമായ വല്ലതും സംഭവിച്ചാൽ എടുത്തു ചാടുക എന്ന ഒരു സ്വഭാവം ഒരു നല്ല ഭർത്താവിൽ നിന്നുണ്ടാകേണ്ടതല്ല. അതുകൊണ്ടല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, വലിയ ധീരരാണല്ലോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, എന്നിട്ട് പോലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാക്ക് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യയിൽ കൊണ്ടുവന്നത് കാണാം. എന്താണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത്? മഹാനവരുകൾ പറയുന്നു, ഓ യംബഗീ ലിർറജുലി അൻ യകൂന ഫീ അഹ്ലിഹി മിത്ല സ്വബിയ്യി, ഒരു ഭർത്താവ് ഭാര്യ മക്കൾക്കിടയിൽ ജീവിക്കുമ്പോൾ ആ ഭർത്താവ് ആരെപ്പോലെയാകണം? ഒരു കുട്ടിയെപ്പോലെയാകണം. ഭർത്താവ് ഒരു കുട്ടിയെപ്പോലെയാകണം. ബഹുമാനപ്പെട്ട ലുക്മാനുൽ ഹക്കീം തങ്ങൾ പറയുന്നതും അങ്ങനെ തന്നെയാണ്. യംബഗീ ലിൽ ആഖിലി അൻ യകൂന ഫീ അഹ്ലിഹി കസ്വബിയ്യി, ഒരു കുട്ടിയെപ്പോലെയാകണം ഭർത്താവ് ഭാര്യ മക്കൾക്കിടയിൽ ജീവിക്കുമ്പോൾ. അതേ സമയത്ത് സമൂഹത്തിനിടയിൽ ഇറങ്ങിയാലോ അവനൊരു നല്ല ധൈര്യമുള്ള പുരുഷനെ പോലെയാകണം കേട്ടോ. ഒരിക്കലും ഭാര്യമാരെ മനസ്സ് വേദനിപ്പിച്ചുകൂടാ, ആ ഭാര്യമാരെ വെറുപ്പിച്ചുകൂടാ, ഭാര്യമാരെ അടിച്ചുകൂടാ. അതുകൊണ്ടല്ലേ പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ്, ഇന്നല്ലാഹ, അല്ലാഹു തആല ജഅലരി എന്ന് പറയുന്ന ആളെ വെറുക്കുകയാണ്. ആരാണ് ഈ ജഅലരി എന്ന് പറഞ്ഞാൽ? അശ്ശദീദു അലാ അഹ്ലിഹി, ഭാര്യ മക്കളോട് എപ്പോഴും ഈർഷ്യത കാണിക്കുന്ന ഭർത്താവ്, ആ ഭർത്താവിനെ അല്ലാഹു തആല വെറുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. സ്വന്തം ഭാര്യമാരെ അടിച്ച് വേദനിപ്പിക്കുന്ന എത്ര ഭർത്താക്കന്മാരാണുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞ വാക്കില്ലയോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ടായിട്ട് പോലും ആ ഭാര്യമാരെ കൂട്ടത്തിൽ ഒരൊറ്റ ഭാര്യയെപ്പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടിച്ചിട്ടില്ല. മാ ളറബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇംറഅതൻ ഖത്തു, ഒരിക്കലും ഭാര്യമാരെ കൂട്ടത്തിൽ ഒരൊറ്റ ഭാര്യയെപ്പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിച്ചിട്ടില്ല. ഭാര്യമാരെ അടിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത് 3 കാര്യം വളരെ ഗൗരവത്തിൽ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും. 3 കാര്യമാണ് വളരെ ഗൗരവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന സമയത്ത് പഠിപ്പിച്ചത്. ഏതാണ് ആ 3 കാര്യം? മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന സമയത്ത് വസിയത്ത് ചെയ്ത 3 പ്രധാനപ്പെട്ട കാര്യം ഏതാണ്? അതാ അവിടുന്ന് പറയുന്നു, അസ്വലാ, നിസ്കാരം ശ്രദ്ധിക്കണേ. നിങ്ങ നിസ്കാരത്തെ ജാഗ്രതയാക്കണോ. മുഹമ്മദുർ റസൂലുള്ളാഹി നിസ്കാര ടൈമുകതൊക്കെ നിസ്കരിക്കണു. മുഹമ്മദുർ റസൂലുള്ളാഹി നിസ്കാര ടൈമു തപ്പാട്ടിട്ട് നിസ്കരിക്കുക തീറാ. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാട്ട് വഫാത്തറ ടൈമിൽ 3 വിഷയ വസിയത്താക്കിറ്. അതിൽ ഒരു വിഷയ ഏത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്തു, ഓ മനുഷ്യന്മാരെ, അസ്വലാ, നിസ്കാരത്തെ വിഷയ ജാഗ്രത ഇക്കട്ട്. ഇത് ചൊന്നിട്ടു 2ാമത്തെ വിഷയ ഏത്? അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ലു. 2ാമത്തെ വിഷയ, വമാ മലക്കത്ത് ഐമാനുകും ലാ തുകല്ലിഫൂഹും മാ ലാ യുതീഖൂൻ. ഇണ്ട് അടിമ സമ്പ്രദായ ഇല്ല. ഒരു കാലത്തിൽ അടിമ സമ്പ്രദായ ചൊന്നിട്ടിന്ത് ഇണ്ട് അടിമ സമ്പ്രദായ ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോ ചമ്മ ആ ഭാഗത്തേക്ക് പോണ്ടില്ല. അതേ ടൈമില് അടിമ സമ്പ്രദായ ഇന്ന കാലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്തു, നിങ്ങ അടിമകളെ സൂക്ഷിക്കണോ.
ദാസിമാരെ നിങ്ങൾ സൂക്ഷിക്കണോ. അങ്ങു താക്കത്തില്ലാത്ത വസ്തു നിങ്ങൾ അങ്ങു ഏൽപ്പിക്കുക തീറ, അങ്ങു ആവാത്ത സ്വറ ആക്കുക ചൊല്ലുക തീറ. അപ്പൊ അടിമകളെ ಬಗ್ಗೆ സൂക്ഷിക്കണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊന്തു. ഇനി മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പടിപ്പാട്ട് ഞാൻ എന്തികിത് നക്കിനിക്കില് ചൊന്നോണ്ടുള്ളാണ്ട് കേട്ടെങ്കിൽ മലയാളത്തെ ടർണായിട്ട് ബ്യാരില് ചൊല്ലുകൊള്ള കാരണം എന്തോണ്ട് കേട്ടെങ്കിൽ നന്റെ ഈ പൽക്ക കേട്ടോണ്ടുള്ള ഓഡിയൻസുമാരുടെ കൂട്ടത്തിൽ എത്തരമാ ബ്യാരിങ്ങ ഉള്ളാറല്ലേ, എത്തരമാ നക്കിനിക്കിടങ്ങ ഉള്ളാറല്ലേ, അങ്ങലും കൂടി ഒന്ന് കണക്കിലെടുക്കട്ട് വിചാരിച്ചിട്ട് നാ ചൊന്നോണ്ടുള്ളൂ. എത്തരമാ ഫാമിലിയുടെ നക്കിനിക്കിടങ്ങം ഉള്ളാറ്, എത്തരമാ ഉമ്മമാര് നക്കിനിക്കിടങ്ങം ഉള്ളാറ്, എത്തരമാ പെങ്ങന്മാര് നക്കിനിക്കിടങ്ങം ഉള്ളാറ്, അങ്ങലും കൂടി ഒന്ന് കണക്കിലെടുക്കട്ടിട്ട് മാത്രം ഞാൻ ഇപ്പൊ ചൊന്നു. ഇപ്പൊ ഞാൻ ആ ഭാഗത്തേക്ക് പോണ്ടില്ല. മലയാളത്തങ്ങും കൂടി നാച്ചോളുടെ വിഷയ അർത്ഥാവണല്ലേ ഞാൻ പറഞ്ഞു വന്ന വിഷയം. ഓ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന സമയത്ത് മൂന്നാമതായി ശ്രദ്ധിക്കാൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അതെ, അല്ലാഹ അല്ലാഹ ഫിന്നിസാ, സ്വന്തം ഭാര്യമാരെ കാര്യത്തിൽ അല്ലാഹനെ ശ്രദ്ധിക്കണം കേട്ടോ. സ്വന്തം ഭാര്യമാരുടെ കാര്യങ്ങളിൽ അല്ലാഹുവിനെ സൂക്ഷിക്കണം. കാരണം ഫഇന്നഹുന്ന ഉസറാഉ ഫീ ഐദീകും, അവർ നിങ്ങളുടെ കരങ്ങളിൽ ബന്ധിതരാണ്. അഖസ്തുമൂഹുന്ന ബിഅമാനില്ലാ, അല്ലാഹുവിന്റെ അമാന കൊണ്ട് നിങ്ങൾ അവരെ സ്വീകരിച്ചതാണ്. വസ്തഹലൽതും ഫുറൂജഹുന്ന ബികലിമത്തില്ലാ, നിക്കാഹിലൂടെ അവരുടെ സ്വകാര്യ അവയവങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് അനുവദിച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾ ഭാര്യമാരെ സൂക്ഷിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോഴാണ് ചില ഭർത്താക്കന്മാർ പറയുന്നത്, ഉസ്താദേ, ഭാര്യമാരിൽ നിന്ന് എത്രയാണ് സഹിക്കേണ്ടത്? സഹിച്ച് 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 കഴിഞ്ഞു. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഓ, രണ്ടു പേർക്കിടയിൽ സമാധാനപരമായ ഒരു ജീവിതം ഉണ്ടാകുമ്പോ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഏതാണ്? ഭാര്യയിൽ നിന്ന് വല്ല പ്രയാസം വരുമ്പോ ഭർത്താവ് ക്ഷമിക്കണം കേട്ടോ. ഭർത്താവിൽ നിന്ന് വല്ല പ്രയാസവും ഉണ്ടാകുമ്പോ ഭാര്യയും ക്ഷമിക്കണം കേട്ടോ. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, മൻ സ്വബറ അലാ സൂഇ ഖുലുഖി ഇംറഅതിഹി, ഭാര്യയുടെ ദുസ്വഭാവത്തിന്റെ പേരിൽ ഒരു ഭർത്താവ് ക്ഷമിച്ചാൽ, സഹിച്ചാൽ, അഅതാഹുല്ലാഹു മിനൽ അജ്രി മിസ്ല മാ ഉഅതിയ അയ്യൂബ് അലാ ബലാഇഹി. ഓ പുരുഷന്മാരെ, അയ്യൂബ് നബി അലൈഹിസ്സലാം നേരിട്ട പ്രയാസങ്ങൾ എത്രയാണ്. ആ അയ്യൂബ് നബി അലൈഹിസ്സലാം നേരിട്ട പ്രയാസങ്ങൾക്ക് അയ്യൂബ് നബി അലൈഹിസ്സലാം ക്ഷമിച്ചല്ലോ, സഹിച്ചല്ലോ. അതുപോലെയുള്ള തത്തുല്യമായ പ്രതിഫലം അയ്യൂബ് നബി അലൈഹിസ്സലാം നേരിട്ട പ്രയാസം നേരിടണമെന്നില്ല, സഹിക്കേണ്ടത് സഹിക്കണമെന്നില്ല. പിന്നെയോ ഭാര്യയിൽ നിന്നുള്ള പ്രയാസം സഹിച്ചാൽ തന്നെ അയ്യൂബ് നബി അലൈഹിസ്സലാം നേരിട്ട പ്രയാസങ്ങൾക്ക് സഹിച്ചതിന്റെ പ്രതിഫലം അല്ലാഹു തരുന്നു. ഇനി ഞാൻ സഹോദരിമാരോട് പറയട്ടെ, സ്വന്തം ഭർത്താക്കന്മാരിൽ നിന്നുണ്ടാകുന്ന പ്രയാസങ്ങൾക്ക് ക്ഷമിച്ചാലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അതുപോലെയാണ് വമൻ സ്വബറത് അലാ സൂഇ ഖുലുഖി സൗജിഹാ, ഭർത്താവിന്റെ ദുസ്വഭാവം കാരണമായി ഭാര്യ ക്ഷമിച്ചാൽ അഅതാഹു മിസ്ല സവാബി ആസിയ ഇംറഅതി ഫിർഔൻ, ഫിർഔനിന്റെ ഭാര്യയായ ആസിയ ബീവിയെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അവിടുന്ന് സഹിച്ച ത്യാഗം സ്വൽപ്പമൊന്നുമല്ലല്ലോ. ആ ആസിയ ബീവി റളിയല്ലാഹു അൻഹ സഹിച്ചതിന്റെ പ്രതിഫലം, ഓ ഉമ്മമാരെ, ഭർത്താവിന്റെ ദുസ്വഭാവം കാരണം നിങ്ങൾ വല്ലതും ക്ഷമിച്ചാൽ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നു. അങ്ങനെയാണ് പരസ്പരമുള്ള പ്രയാസങ്ങൾ ക്ഷമിച്ചാൽ, സഹിച്ചാൽ അല്ലാഹു തആല പ്രതിഫലം നൽകുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഞാൻ നേരത്തെ പറഞ്ഞു, ഭാര്യമാർക്ക് നല്ല സമാധാനം കൊടുക്കണം. ആ സമാധാനം കൊടുക്കുന്നതിന്റെ ഭാഗമാണ് ഇടയ്ക്കിടയ്ക്ക് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നാട്ടിലാണ് ഭാര്യമാർ ഉള്ളതെങ്കിൽ അവരെ ഇടയ്ക്ക് ഫോൺ വിളിച്ച് സംസാരിക്കണം, ഇടയ്ക്ക് വാട്സപ്പിലൂടെ ചാറ്റിംഗ് നടത്തണം.
അതിനാണ് വാട്സപ്പ് ഉപയോഗിക്കേണ്ടത്, അതിനാണ് കോളുകൾ ഉപയോഗിക്കേണ്ടത്. അതേസമയം ചില ആളുകൾ ഉണ്ടാകും, എല്ലാ പ്രവാസികളെ സംബന്ധിച്ചല്ലോ ഞാൻ പറയുന്നത്, പ്രവാസികളൊക്കെ നല്ലവരാണ്, എന്നാലും 1-2 പേരുണ്ടാകും കൂട്ടത്തിൽ സുബ്ഹാനല്ലാഹ് ചെലവിന് കൃത്യം അയക്കും, സംസാരിക്കൂല, ഫോൺ വിളിക്കാറില്ല, കുശലാന്വേഷണം പറയാറില്ല. അങ്ങനെയാകരുത് സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടല്ലേ, കാരണം നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ ഒരൊറ്റ കാര്യം ഇവിടെ പറഞ്ഞ് എൻ്റെ സംസാരം അങ്ങ് ചുരുക്കുകയാണ്. ഓ സുഹൃത്തുക്കളെ, എത്ര ഒളിച്ചോട്ടങ്ങളാണ് നടന്നത്. എന്തേ ഒളിച്ചോട്ടം നടക്കാൻ കാരണം? കല്യാണം കഴിക്കാത്തവരെ സംബന്ധിച്ചല്ല ഞാൻ പറയുന്നത്, വിവാഹിതരായ മുസ്ലിം സഹോദരിമാർ എത്ര പേരാണ് ഒളിച്ചോടിയത്, ഭർത്താവിൻ്റെ വീടും വിട്ടുപോയത്. പോരാ, മതം മാറിപ്പോയവർ വരെ അക്കൂട്ടത്തിലില്ല എന്ന് പറയാൻ പറ്റുമോ? എന്തേ അങ്ങനെ ഉണ്ടാകാൻ കാരണം? ഭർത്താവില്ലാത്തത് കൊണ്ടാണോ? ഹസ്ബൻഡ് ഇല്ലാത്തത് കൊണ്ടാണോ? അല്ല, അങ്ങനെയൊന്നുമല്ല. പിന്നെന്തേ അങ്ങനെ ഉണ്ടാകാൻ കാരണം? ഉള്ള ഭർത്താവ് കൊണ്ട് കാര്യമില്ല, ചെലവിനയക്കുന്നു, പക്ഷേ നല്ല സ്നേഹമുള്ളൊരു സംസാരമില്ല, ഒരു പരിഗണനയില്ല. അങ്ങനെയാകുമ്പോഴാണ് ഭാര്യയ്ക്ക് വേണ്ടത് കേവലം ചെലവിന് മാത്രമല്ല, ഭാര്യയ്ക്ക് വേണ്ടത് പണമല്ല, ഭർത്താവിൽ നിന്നുള്ള നല്ല സ്നേഹമാണ്, നല്ല കുശലാന്വേഷണങ്ങളാണ്, നല്ല സംസാരമാണ്. അത് ഇല്ലാതെയാകുമ്പോ ഭാര്യ വേറെ വഴി സ്വീകരിക്കുന്നു. അതുകൊണ്ടല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ രാജ്യം ഭരിക്കുന്ന സമയത്ത് അതാ മഹാനവറുകൾ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒരു സ്ത്രീ ഇങ്ങനെ പാടുന്ന ശബ്ദം കേൾക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ പാട്ടിങ്ങനെ കേൾക്കുകയാണ്. എന്താണ് ആ പാട്ട്? ആ സ്ത്രീ പാടുന്നത് എന്താണ്? തത്വാബല ഹാദൽ ലൈലു വസുവദ്ദ ജാനിബു വറഖനി അൻ ലാ ഹബീബുൻ നുലാഇബു ഫവല്ലാഹി ലൗലല്ലാഹു ഇന്നി ഉറാഖിബു തഹറക മിൻ ഹാദ സരീരി ജവാനിബു. ആ വീട്ടിന്റെ ഉള്ളിൽ ആ സ്ത്രീ പാടുന്ന പാട്ടങ്ങ് കേട്ടപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഞെട്ടിപ്പോയി. മഹാനവരുകൾ ചിന്തിക്കുകയാണ്, എന്താണ് ആ സഹോദരി വീട്ടിന്റെ അകത്തിരുന്ന് പാടിയത്? സുബ്ഹാനല്ലാഹ്, ആ പാട്ടിൽ പറഞ്ഞ ആശയം എന്താണ്? ഓ അല്ലാഹുവേ, രാത്രിയുടെ സമയം നീങ്ങുന്നില്ലല്ലോ, രാത്രി വളരെ ദൈർഘ്യമുള്ളതായി തോന്നുന്നുണ്ടല്ലോ. എന്തേ കാരണം? എനിക്ക് കളിക്കാൻ പറ്റിയ, എൻ്റെ കൂടെ ഇരിക്കാൻ പറ്റിയ ഭർത്താവ് എൻ്റെ കൂടെ ഇല്ല. ഞാൻ അല്ലാഹുവിനെ പേടിക്കുന്നൊരു സ്ത്രീയാണ്. ഒരു പക്ഷേ റബ്ബിന്റെ പേടി എൻ്റെ മനസ്സിലില്ലാത്ത പക്ഷം ഞാൻ വഴിവിട്ട വഴി, അല്ല പൊരുത്തപ്പെടാത്ത വഴി ഞാൻ സ്വീകരിച്ചുകൂടായിരുന്നില്ല. അതേ സമയത്ത് ഞാനിപ്പോ വേറെയൊരു അന്യപുരുഷനെ വിളിച്ചു വരുത്തി എനിക്ക് സ്നേഹം പങ്കുവെക്കാൻ കഴിയാത്തതിന്റെ കാരണം അൽ ഖൗഫു ഫില്ലാഹ് ഖശിയത്തുല്ലാഹ്, യജമാനനായ റബ്ബിലുള്ള ഭയമാണ്, സൃഷ്ടാവിലുള്ള പേടിയാണ് കേട്ടോ. ഒരു വീട്ടിന്റെ ഉള്ളിൽ നിന്നൊരു സ്ത്രീ ഇങ്ങനെ പാടുന്ന ശബ്ദമങ്ങ് കേട്ടപ്പോ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതാ പറഞ്ഞേക്കുന്നു. ആ വീട്ടിലേക്ക് ആളെ പറഞ്ഞയച്ച് അവിടുത്തെ ഭർത്താവ് എവിടെ പോയി എന്ന് അന്വേഷിക്കാൻ പറയുന്നു. ആ സഹോദരി പറയാണ്, ഭർത്താവ് യുദ്ധത്തിന് പോയതാ, തിരിച്ചു വന്നിട്ടില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? മഹാനവരുകൾ വേഗമതാ പോയി. എവിടെ പോകാണ്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകളായ ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹാ മഹദിയുടെ ചാരത്തങ്ങ് പോയി. എന്നിട്ട് ഹഫ്സ ബീവിയോട് ചോദിക്കുകയാണ്, സുബ്ഹാനല്ലാഹ്, കം അക്സറ മാ തസ്ബിറുൽ മർഅതു അലാ സൗജിഹാ, ഒരു ഭർത്താവില്ലാതെ ഭാര്യക്ക് എത്ര കണ്ട് സഹിക്കാൻ പറ്റൂ? എത്ര സമയം വരെ സഹിക്കാൻ പറ്റൂ? ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, സിത്ത ഔ അർബഅ അശ്ഹുരിൻ,
6 മാസമോ അതല്ലെങ്കിൽ 4 മാസങ്ങളാണ്. 6 മാസങ്ങളോ 4 മാസങ്ങളോ അതിൻ്റെ അപ്പുറം ഒരു ഭാര്യക്ക് ഭർത്താവില്ലാതെ സഹിക്കാൻ പറ്റൂല. ഇതങ്ങ് പറഞ്ഞപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉത്തരവിടുകയാണ്, ജനങ്ങളെ 4-6 മാസങ്ങൾ കവിഞ്ഞ് ഭാര്യമാരെ വിട്ടു താമസിച്ചുകൂടാ. സുബ്ഹാനല്ലാഹ്. ഈ പ്രവാസി ലോകത്ത് വന്ന് ജീവിക്കുമ്പോൾ വർഷങ്ങൾ കഴിഞ്ഞും നാട്ടിൽ പോകാത്തവരുണ്ട്, പോകാൻ കഴിയാത്തവരുണ്ട്. ചിലർ പറയുന്നു, ഉസ്താദേ 4 മാസങ്ങളെ കൊണ്ട് പോകാനുള്ള ജോലിയൊന്നുമല്ല, 6 മാസങ്ങളെ കൊണ്ട് പോകാൻ മാത്രം സ്വന്തം ഓൺ ബിസിനസ് അല്ല. എന്നാലും ഞാൻ പറയട്ടെ, ആ ഭാര്യമാരോട് സംസാരിക്കാനുള്ള സംവിധാനമല്ലേ ഫോണ്, അവര് കണ്ട് സംസാരിക്കാനുള്ള സംവിധാനമല്ലേ വീഡിയോ കോള്, അതൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തി അവരോടുള്ള സ്നേഹം പങ്കുവെക്കണം കേട്ടോ. ആ രൂപത്തിലുള്ളൊരു നല്ല കുടുംബജീവിതം കാഴ്ചവെച്ചാൽ കുടുംബത്തിലൂടെ സ്നേഹം നിലനിൽക്കുന്നു.